ഈ ജീവിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിവോഴ്സ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എങ്ങനെയായാലും എങ്ങനെയെങ്കിലും കുട്ടികൾ വരും. കുട്ടികൾ വന്നാൽ പിന്നെ തീർന്നു. അതേപോലെ ചേച്ചിയുടെ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? ആസ് എ ഗേൾ, വേറെ ഒന്നല്ല, ആസ് എ ഗേൾ. അത് എന്താ പറയുക, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അത് എല്ലാ എന്താ പറയുക റിലേഷൻഷിപ്സ് എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ. അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എന്നല്ല, എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഫോർ മാരേജ് നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടെ വീട്ടുകാരുടെ കാര്യം നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി കൺസേൺ ആയിരിക്കും. കാരണം ഒരാൾ കെട്ടിച്ച് വിടേണ്ട കുട്ടിയാണ് എന്നുള്ളത് എത്ര ഔട്ട് ഫോർവേഡ് ആയിട്ടുള്ള ഫാമിലി ആയാലും അവർക്ക് ചെറുതായിട്ടൊന്ന് വേറൊരു വീട്ടിൽ പോകേണ്ട കുട്ടിയല്ലേ. അപ്പൊ എന്നോട് എപ്പോഴും അമ്മ പറയുന്ന കാര്യമുണ്ട്, നീ അവിടെ പോയ ഈ കാര്യം നടക്കൂല, നീ അവിടെ പോയ ഇങ്ങനെയായിരിക്കും. പണ്ട് അമ്മ പറയാറുണ്ട്, ഇപ്പൊ അമ്മ ഒന്നും പറയാറില്ല, കാരണം അത് കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ എല്ലാം കഴിഞ്ഞതുകൊണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് പറയൂ, നിനക്ക് ഇത്രയ്ക്ക് ക്ഷമ ഉണ്ടായിരുന്നോ എന്നൊക്കെയായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പം എനിക്കൊന്ന് പാരന്റിങ് ലെവലിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നോക്കുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ തന്നെ എക്സ്ട്രീം ലൈഫാണ്. പിന്നെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അതിനുള്ള വ്യത്യാസങ്ങളും നമ്മൾ ഒരുപാട് മാറും. കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്ത എല്ലാ സാധനങ്ങളും നമുക്ക് വേറെ സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റില്ല. പുതിയൊരാൾ വരുന്നു, ആൾക്കനുസരിച്ച് നമ്മൾ മാറും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. നമ്മൾ കുറെ പഠിക്കും. അതായത് നമ്മുടെ മെച്യൂരിറ്റി ലെവൽ നല്ല രീതിയിൽ മാറും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു വേറെ തന്നെ ഒരു ക്യാരക്ടർ, സിനിമ ലൈഫ് നോക്കുകയാണെങ്കിൽ സിനിമയിൽ നമ്മളൊരു ക്യാരക്ടർ പോർട്രേ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വേറെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ കുട്ടിത്വവും എല്ലാം മാറ്റി വെച്ച് നമ്മൾ ഒരു വലിയൊരു സംഭവം, ഒരു മെച്യൂർ ആയിട്ടുള്ള സാധനം എടുത്ത് തയ്യൽ വെക്കുക. അതേപോലെ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിവോഴ്സ് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞ പോലെ തന്നെ നേരെ തിരിഞ്ഞു. ആ ഒരു മെച്യൂരിറ്റിയൊക്കെ ഞാൻ അങ്ങ് ഒരു വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ കുട്ടികളോട്ട് വന്നു. ഞാൻ വീട്ടുകാർക്ക് ഞാൻ വീണ്ടും അവരുടെ സ്വന്തം മകളായി അല്ലെങ്കിൽ കുട്ടിയായിട്ട് മാറി. ആ ഒരു വലിയൊരു തലവേദന മാറി. അതുപോലെ ചേച്ചി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡാണ്. കോവിഡ് കഴിഞ്ഞ ശേഷം പിന്നെയും കുട്ടികളൊക്കെ ഒരു 18 ഇയേഴ്സ് ആകുമ്പോൾ കല്യാണം കഴിക്കുന്ന ഒരു ട്രെൻഡിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് ചേച്ചിക്ക് എന്താ എക്സ്പീരിയൻസ് വൈസ് പറയാൻ തോന്നുന്ന കാര്യം? ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലൈഫാണ് ഉള്ളത്. നമ്മൾ ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ജീവിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. കല്യാണം കഴിക്കാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ്. കാരണം നമ്മളൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് അതിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കിതുവരെ ലൈഫിൽ ഞാൻ മിസ്സാക്കിയെന്ന് എനിക്കിതുവരെ തോന്നിയ ഒന്നുമില്ല. ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുക ഞാൻ നല്ലതാണോ വേണ്ടയോ എന്താന്നുള്ളത്. അപ്പം നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ നമ്മളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ എത്രത്തോളം. ബാക്കി ആൾക്കാർ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും എന്താ അതിൽ എത്രമാത്രം പ്രശ്നം. അതാണ് ഇപ്പോഴിപ്പോൾ ഞാനിവിടെ നിന്ന് പറയുമ്പോഴും എന്നോട് ചോദിച്ചല്ലോ. അപ്പം ഞാനിപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ കല്യാണം കല്യാണത്തിന് അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ എന്താ പ്രശ്നം നമ്മൾ. അപ്പം പക്ഷെ അവനവനായിട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ബെസ്റ്റ്, എന്താണ് നമുക്ക് വേണ്ടത്, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം എനിക്ക് ഇത്രയും പറയാനുള്ള മാക്സിമം ലൈഫ് അത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫില്ല. കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും കുട്ടികൾ വരും. കുട്ടികൾ വന്നാൽ പിന്നെ തീർന്നു. അതായത് എൻജോയ് ചെയ്യാം നമുക്ക്. ഡെഫിനറ്റ്ലി നമ്മൾ ആ ലൈഫ് എൻജോയ് ചെയ്യും. പക്ഷെ ഒരു 18 വയസ്സ് 20 വയസ്സിലൊക്കെ നമുക്കൊരു കുട്ടി വന്ന് നമ്മൾ ആ കുട്ടിയുടെ കരിയറിലോട്ട് മാറുമ്പോൾ നമ്മുടെ ഒരു ലേഡീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേറ്റ്സ് മാറുകയല്ലേ. നമ്മൾ മെന്റലി ഫിക്സ് ആവും. ഒരു ഏജ് നമ്മൾ എൻജോയ് ചെയ്യുന്നു, പഠിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് നമ്മുടെ മെച്യൂരിറ്റി ലെവൽ മാറുന്നു. ആ ലെവൽ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് പല പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും നമുക്ക് സ്പേസ് ഇല്ല. ഒരു 18 വയസ്സാകുമ്പോൾ നമ്മളെ പോലും നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ എന്താന്ന് പോലും തിരിച്ചറിയാത്തൊരു സമയത്ത് നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ തലക്കെടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു സമയം എത്തുമ്പം, അതായത് നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫ് തുടങ്ങുന്ന സമയം എത്തുമ്പം നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അപ്പോൾ പോയി നമ്മൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം തീർന്നല്ലോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ കുട്ടികളൊക്കെ നമ്മുടെ ലെവലിലേക്ക് നിൽക്കുന്നു. അപ്പൊ പിന്നെ അവര് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. അതുവരെ നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞത് അവര് നമ്മളോട് പറയാൻ തുടങ്ങും, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എന്ന്. അപ്പം അതില്ലാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒരു നല്ല രീതിയിൽ നമുക്ക് സ്റ്റേൺ ആണ്, നമ്മൾ രണ്ട് കാലം നമുക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഓരോ സ്റ്റേജ് നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ
ഏറ്റവും ബെസ്റ്റ്. എന്ത് കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് ഇരുന്ന് ഒന്ന് അതിനെ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും സാധിക്കില്ല, കാരണം മെച്യൂരിറ്റി ലെവലൊക്കെ പലർക്കും പല ഇത് വ്യത്യാസമുണ്ട്, പല ഏജ് ഒക്കെ വ്യത്യാസമാണ് പലരും അറിയുന്നത്. പക്ഷെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത്. നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ലൈഫുകൾ കാണുന്നുണ്ട്. ആ ലൈഫുകൾ കണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത്.